സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ ഭാസ്യമാനം. അങ്ങനെ രാത്രി കിടക്കുമ്പോൾ അമ്മ കഥ പറഞ്ഞത് എന്താ ഈ വലിയ ശ്ലോകത്തിന് അർത്ഥം എന്താ അറിയോ എന്ന് പറഞ്ഞാൽ അമ്മ കഥ പറഞ്ഞത്. അപ്പൊ അങ്ങനെ കണ്ണോടുള്ള ഇഷ്ടം വരണേ തുടക്കം. അമ്മയാണ്, പിന്നെ അമ്മ നങ്ങ്യാർകൂത്ത് കലാകാരിയാണ്. അമ്മയാണ് ആദ്യമായിട്ട് സ്ത്രീകളിൽ പാഠകം പറയണത്. പാഠകം ആദ്യമായിട്ട് സ്ത്രീകളിൽ അവതരിപ്പിക്കുന്ന അമ്മയാണ്. അമ്മയാണ് എൻ്റെ ഗുരു ചാക്യാർകൂത്തിലെ പാഠകത്തിലെ. ഓട്ടംതുള്ളൽ അവിടെ ഒരു തങ്കം നങ്ങിയാർ, ഇടനാട് തങ്കം നങ്ങിയാർ. അങ്ങനെയാണ് ഇതിലേക്ക്. ഓട്ടംതുള്ളൽ അമ്മയില്ല, ഞാൻ അവിടെ ഒരു രാമേഷാരടി എന്ന് പറഞ്ഞ ചുവ അദ്ദേഹത്തിൻ്റെ അടുത്താണ് തുള്ളൽ പഠിച്ചത്. ഇല്ല, ഇപ്പൊ തുള്ളൽ ചെയ്യാറേ ഇല്ല. കാരണം ഇത് മൂന്നും കൂടി കൊണ്ടുപോകാൻ പറ്റില്ല. തുള്ളൽ കുറച്ചുകൂടി വിഷമാണ്. ഒരു തുള്ളലും ഒരു കൂത്തും കൂടി ഒരു ദിവസം വന്നാല് നമ്മൾ ആകെ അവസ്ഥയും. പാഠകത്തില് പിന്നെ അങ്ങനെ കൂടുതൽ പാഠകം കുറച്ചുകൂടി ഭക്തിരസ പ്രധാനമാണ് കൂത്തിനെ അപേക്ഷിച്ച്. ഇതിപ്പോ കുറെ ശിഷ്യഗണങ്ങളും ഉണ്ട്, ധാരാളം കുട്ടികളും പഠിച്ചു വരുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. യുവജനോത്സവത്തിന്റെ ക്ലാസ്സുകളായിട്ടും അല്ലാണ്ടൊക്കെ ഉണ്ട്. അതെവിടെയാ പഠിപ്പിക്കുന്നത്? ഇവിടെ തന്നെയാണ്. വീട്ടിൽ തന്നെയാണ്. ഈ ചാക്യാർകൂത്തിലൊരു പ്രധാനപ്പെട്ട നമുക്ക് നർമ്മരസ പ്രാധാന്യമുള്ള ഒരു കുറച്ചൊരു ഭാഗം, പാഞ്ചാലി സ്വയംവരത്തിലെ ഒരു ഭാഗം പറയാം. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വേഷവിധാനങ്ങൾ വളരെ പ്രധാനമാണ്. അരങ്ങ് നിറച്ച ആളുകൾ സദസ്സിൽ നിൽക്കുമ്പോൾ ആ കഥാപാത്രമായിട്ട് നമ്മൾ മാറും. അപ്പോൾ ആ പരിമിതികൾക്കുള്ളിലൊക്കെ നിന്നിട്ട് ചെറിയൊരു ഭാഗം എന്ന് പറയാം. ഞാൻ ശ്ലോകവും ചൊല്ലി വ്യാഖ്യാനിക്കില്ല, എൻ്റെ രസം എന്താണെന്ന് പറഞ്ഞാൽ മതി മാത്രം. പാഞ്ചാലി സ്വയംവരത്തിൽ രാജാക്കന്മാരൊക്കെ വില്ലിൽ പരാജയപ്പെട്ടു. ആ സമയത്ത് ബ്രാഹ്മണരെ നമ്മുടെ കൂട്ടത്തിൽ വില്ലെടുക്കാൻ പറ്റിയ ആളുണ്ടോ നോക്കുക എന്ന് പറഞ്ഞ് എണീക്കണം. ആ ഭാഗമാണ്. ഉദ്ധായകേബി കുതുകേനഗവേഷയന്താ ശകദാന്നരാൻ വരസഭാം പരിതശ്ചരന്താ. മിഴാവ് വരും. ആ ശ്ലോകത്തെയാണ് വയ്ക്കാൻ. പൃഥ്വീസുരന്മാര് വെച്ചാലോ, പൃഥ്വീസുരൻ അങ്ങനെ കേട്ടുണ്ടോ? പൃഥ്വീസുരൻ പൃഥ്വിരാജ എന്ന് കേട്ടിട്ടുണ്ടാവും. ധാരാളം കേൾക്കാൻ വഴിയുള്ള. പൃഥ്വിയിലെ രാജൻ, ഭൂമിയിലെ രാജാവ്. പൃഥ്വീസുരൻ എന്ന് വെച്ചാൽ ഭൂമിയിലെ ദേവൻ. ആരാത്? ബ്രാഹ്മണര്. ചിലര് എന്താ ഇവിടെ എങ്ങനെ ഇരിക്കണേ, എനിക്ക് അവിടെ നിന്ന് എണീക്കണമെന്നില്ലടോ. ഉത്സാഹമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക. എന്തുത്സാഹം! പഴപ്രഥമനും മടപ്രഥമനും ചക്കപ്രഥമനും പാൽപ്പായസവും പഞ്ചാര പായസവും എല്ലാം കൂട്ടിയിട്ട് ഇനി കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി ഉത്സാഹിക്കണം. ഇപ്പം ഇല്ല, കുറച്ചും കഴിഞ്ഞിട്ട് മതിച്ചിട്ടാ. ആ ഉത്സാഹമല്ല, വില്ലെടുക്കാൻ തരാവോ? ഇത്രയും രാജാക്കന്മാർ നിരീക്ഷിച്ചിട്ട് തരായില്ല. നമ്മൾ വിചാരിച്ചാൽ പറ്റുമോ? ഞാൻ എണീക്കണില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇപ്പം കിട്ടണ ദക്ഷിണയും കൂടി ഇല്ലാണ്ടാവും. ദക്ഷിണ എന്നൊക്കെ പറഞ്ഞാൽ പലതരത്തിലാണ്. കുട്ടികൾക്കൊക്കെ മനസ്സിലാവുമോ എന്നൊരു ഇതിനൊന്നും കണ്ടില്ലേ? ഓരോന്നിൻ്റെ പ്രകൃതം. കൂലിയില്ല, ജേബില്ല, ഏട്ടാണില്ലേ, വാഴാളൻ, കിണ്ടിമൂക്കൻ, ഇങ്ങനെ കണ്ടില്ലേ? വയസ്സായ ആളുകൾ അങ്ങനെയല്ല. അവര് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീക്കുക, കേമായിട്ടുള്ള കുളി, ദേവാരം ഒക്കെ ഉണ്ട്. വയസ്സായ ആൾക്കാരൊക്കെ ആവുമ്പോൾ അങ്ങനെയാ. മുഖത്തേക്ക് നോക്കും, എന്താ ഐശ്വര്യം അല്ലേ? എന്താ കാരണം? ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീക്കും. നീ കണ്ടോ ബ്രാഹ്മ മുഹൂർത്തം? 2 കൈയും കാക്കൂട്ടി ഇതിൽ കിടന്ന് ഉറങ്ങിയാൽ തരാവില്ല. വയസ്സായാൽ ആ സമയത്ത് എണീറ്റ് അല്ലേ? എന്താ അത്ര നേരത്തെ എണീക്കാൻ കാരണം? കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല, ഉറക്കമില്ല. രാത്രി അടച്ചാണ്ട് എണീക്കുക, അങ്ങനെ കുളിക്കാനൊക്കെ ആണ് പോവേ. പേടിയൊന്നുമില്ല. എന്താ കാരണം? കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല. അതൊക്കെ വല്ല പേടിയുണ്ടോ? വല്ല യക്ഷിയൊക്കെ മുമ്പിൽ വന്ന് നിന്നാൽ വഴിന്ന് മാറിയിക്കടി ഒരു ചവിട്ടോ, യക്ഷി പേടിക്കും. അയ്യോ, നേരെ ചെന്ന കുളത്തിൽ അങ്ങോട്ട് ചെല്ലും, അങ്ങോട്ട് താന്ന് മുങ്ങും. 101 എണ്ണിയൊക്കെ മുങ്ങും. ക്ലൂം നാരായണ, ക്ലൂം വാസുദേവ, ക്ലൂം ഗോവിന്ദ. അപ്പം അത് പതിവില്ലേ? 101 നാരായണ, ക്ലൂം. ഇങ്ങനെയാണ് കൂത്തിൻ്റെ സമ്പ്രദായം. അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഇതിലെ കഥാപാത്രങ്ങളാക്കിയിട്ടാണ് ഇതിൻ്റെ യാത്ര. താൻ തടോ വില്ലെടുക്കാൻ പുറപ്പെടണില്ല, എണീക്കണ്ടേ? ഞാൻ എണീക്കണില്ല. കാരണം എന്താ? ആരോടും ചെന്ന് പറയില്ലെങ്കിൽ പറയാം. എന്താ? ഈ പാഞ്ചാലി എങ്ങനെയുണ്ടായി ഇത് ചോദിക്കുമ്പോൾ ആൾക്കാരിങ്ങനെ ശ്രദ്ധിച്ചൊക്കെ എന്താ പാഞ്ചാലി എങ്ങനെയുണ്ടായി? എങ്ങനെയാ? പാഞ്ചാല മഹാരാജാവ് തപസ് ചെയ്ത് അഗ്നികുണ്ഡത്തിൽ നിന്ന് ഠേ എന്നുണ്ടായിരുന്നു. ഠേ എന്നുള്ളതോടെ അവിടെ ഇരുന്ന ആൾക്കാരൊക്കെ ഞെട്ടും. അവധി ആൾക്കാരൊക്കെ ചിരിക്കും. അങ്ങനെ പാഞ്ചാലി അഗ്നികുണ്ഡത്തിൽ
എന്താ പാഞ്ചാലി അഗ്നികുണ്ഡത്തിന്നല്ലേ ഉണ്ടായി? അതെ, അഗ്നികുണ്ഡത്തിൽ എന്താ പാഞ്ചാലി അഗ്നികുണ്ഡത്തിൽ. ഇനി ചിരിച്ച ചെകിട ഞാൻ അടിച്ച് പൊളിക്കും. അപ്പോഴും പ്രേക്ഷകർ ചിരി വിട്ടുണ്ടാവില്ല, അവർ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എട്ടുകാലി വലയുടെ മുകളിൽ എട്ടുകാലിക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, അത് ഓടി നടക്കും. പക്ഷെ ആളുകൾ വിചാരിക്കും പാവം എട്ടുകാലി ഇതിൽ പെട്ട് കിടക്കുകയാണ്. ഇയാളുണ്ടാക്കുന്ന ചിരിയും ഇയാളുണ്ടാക്കുന്ന കരച്ചിലൊന്നും അയാളെ ബാധിക്കാറില്ല. നടൻ ചെയ്യുന്നത് കൃത്രിമമായ ഒന്നായിട്ട് മാറുമ്പോൾ ആ പ്രേക്ഷകൻ ഹാസ്യത്തിൻ്റെ അല്ലെങ്കിൽ ശൃംഗാരത്തിൻ്റെ ഭക്തിയുടെ പരമകാഷ്ഠയിലേക്ക് പോകും. പക്ഷേ ഭക്തിയൊക്കെ പറയുമ്പോൾ നമ്മളും ആ ഭാവത്തിൽ ലയിക്കാറുണ്ട്. എന്ന് വെച്ചാൽ സമ്പൂർണ്ണമായി ലയിച്ചാൽ നമ്മളെ കഥാപാത്രമായിട്ട് മാറും. അത് നാട്യത്തിന് വിരുദ്ധമാണ്. അടുത്ത കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റാതെ നമ്മളതിൽ പെട്ടുപോകും. പക്ഷേ നമ്മളും അതിൻ്റെ തലങ്ങളിലേക്കൊക്കെ കടന്നു പോകും. കണ്ണനെ കുറിച്ച് പറയുമ്പോൾ നമ്മളങ്ങനെ ആവില്ലേ? ദൂതാണ് കഥ. അപ്പോൾ ആളുകൾ മുഴുവൻ ഭഗവാനെ ഇങ്ങനെ കാത്തിരിക്കുക. ഒരാളുടെ മനസ്സിൽ പീലിത്തിരിമുടി ചാർത്തി പൊന്നോടക്കുഴൽ കൈ പിടിച്ച് ആ പവിഴാധരം ഒന്ന് കാണാനുള്ള കൊതി, പീതാംബരോടത്തുള്ള ഭഗവാന്റെ ആ രൂപം ഒന്ന് കാണാനുള്ള മോഹം. കാലിൽ പാദസരങ്ങളുണ്ട്. മഞ്ജീരം മഞ്ജുനാഥൈ ഇവ പദഭജനം ശ്രേയാ. ഈ കാലുകളെ പിടിക്കലേ ഉള്ളൂ കേട്ടോ. ശ്രേയസ്സിനൊരു മാർഗം എന്ന് പറയുന്ന ഭഗവാന്റെ ആ പാദസരങ്ങൾ. കൃഷ്ണ ഹരേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരാൾ വേറെ ആളുടെ മനസ്സിൽ ആ പശുക്കിടാവിൻ്റെ കണ്ണു പൊത്തി പിടിച്ച് ആ പശുവിൻ്റെ അകട്ടിയത് പാല് കുടിക്കണ കൃഷ്ണനാണെങ്കിൽ, വേറെ ആളുടെ മനസ്സിൽ രണ്ട് കാലും പിണച്ച് വെച്ച് ആ കയ്യിൽ പൊന്നോടെ കൊള്ളി പിടിച്ചതായിട്ടുള്ള ഭഗവാൻ. ഇങ്ങനെയാണ് പാഠകത്തിൻ്റെ ശൈലിയിൽ ആ ഭക്തിയെക്കുറിച്ച് ഇങ്ങനെ പറയാം. ആ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഭഗവാനെ കാണും. ചിലപ്പോൾ ഒക്കെ കൂത്ത് പറയുമ്പോൾ ആ കൃഷ്ണാന്ന് വിളിക്കുമ്പോൾ എഴുന്നള്ളിച്ചിങ്ങനെ വരുന്നുണ്ടാവും. നമ്മുടെ അരങ്ങിൽ തട്ടുമ്പോൾ ഭഗവാനോട് എഴുന്നള്ളിച്ചത് കൃഷ്ണനാവും. അപ്പോൾ ആ കോലം പതുക്കെ ഇങ്ങനെ തിരിയും. ചിലപ്പോൾ നമ്മൾ ഭാവന കാണുന്നതാണ്. ശരിക്കും ആന അങ്ങനെ പോയാലും അവിടെ നിൽക്കുകയായിരിക്കാം, അവിടെ വരുമ്പോൾ അത് തിരികെ ഇരിക്കാം. പക്ഷെ നമ്മൾ വിചാരിക്കും കൃഷ്ണാന്ന് വിളിച്ച് നമ്മളങ്ങനെ നോക്കുമ്പോൾ ആ ഭഗവാന്റെ കോലം ഇങ്ങനെ തിരിയുമ്പോൾ നമ്മളെ നോക്കുകയാണ്, ഞാൻ പറയുന്നത് കേൾക്കുകയാണെന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മുടെ കണ്ണ് ശരിക്കും അഭിനയത്തിനപ്പുറത്ത് കണ്ണ് നിറയും. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രേക്ഷകരും ആ തേവരെ നോക്കും, നമ്മളെ നോക്കിയിട്ട് കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ഈ അഭിനയത്തിൻ്റെ തലത്തിൽ ആളുകൾ ആനന്ദത്തിൻ്റെ പരകോടിയിലെത്തുമ്പോൾ, കൈയടിക്കാൻ പോലും മറന്നു പോയിട്ട് ആളുകൾ ചിരിക്കുമ്പോൾ, ആനന്ദത്തിൽ കരയുമ്പോൾ, ഭക്തിയിൽ നിറയുമ്പോൾ, നമ്മൾ അണിയറയിൽ വേഷയിക്കാൻ നമ്മളെ വിടാതെ പ്രേക്ഷകർ സദസ്സിലേക്ക് ഓടി വരുമ്പോൾ, കെട്ടിപ്പിടിക്കുമ്പോൾ, ഇന്നത്തെ ഭാഷയിൽ സെൽഫികൾ എടുക്കുമ്പോൾ, അപ്പോൾ അതാണ് ശരിക്കും നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരം, ഏറ്റവും വലിയ അവാർഡ്, അംഗീകാരം. അതാണ് കലാകാരൻ ആഗ്രഹിക്കുന്നത്. അതെ അതെ, ജനങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്, ഹൃദയത്തിലേറ്റ. അതാണ് താങ്കൾക്ക് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. അതിലേറ്റവും വലിയ അംഗീകാരം ഈ ജനങ്ങളുടെ അംഗീകാരമാണ്. അതെ, അതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേത്രകല അക്കാദമി അവാർഡ്, കലാശാഖർ അവാർഡ്, ഉത്രട്ടാതി പുരസ്കാരം, അങ്ങനെ ഒരുപാട് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. കോതകുളങ്ങര ഭഗവതിയുടെ ശ്രീഭദ്ര പുരസ്കാരം, അങ്ങനെ പുരസ്കാരങ്ങളുടെ പേര് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഹൈദരാബാദ് മൈത്രി അവാർഡ്, നാട്യശ്രീ പുരസ്കാരം, ഗുരുവായൂരപ്പൻ്റെ മെഡൽ, ഗുരുവായൂരപ്പൻ്റെ അവിടെ നിന്ന് വെള്ളി കൊണ്ടുള്ള മെഡൽ, അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ സേവാശ്രമ പുരസ്കാരം എടുത്തു പറയേണ്ടതാണ്. കാരണം ശ്രീരാമകൃഷ്ണന്റെ കഥാകൂത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ സ്വാമി വിവേകാനന്ദൻ, ശ്രീശങ്കരൻ, ഇങ്ങനെ 3 പേരെ അവതരിപ്പിച്ചുകൊണ്ട് ഉള്ള ശ്രീരാമകൃഷ്ണ സേവാശ്രമ പുരസ്കാരം, അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ. ഇനിയിപ്പോ താങ്കളുടെ മനസ്സിൽ എന്തെങ്കിലും പുതിയതായിട്ടൊരു കഥ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടോ? പണി എന്തെങ്കിലും തുടങ്ങി വെച്ചിട്ടുണ്ടോ എഴുത്തിന്റെ? അങ്ങനെ ഇപ്പൊ 2-3 പറഞ്ഞല്ലോ, തനിയെ എഴുതി അവതരിപ്പിച്ച കാര്യങ്ങൾ. ഏകദേശം 10ഓളം കഥകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഭാസന്റെ ഒരു ഭംഗം, ഭഗവത് യുഗം, ശ്രീരാമകൃഷ്ണ ചരിതം, സൗന്ദര്യലഹരി, വിവേകാനന്ദൻ. എന്തെങ്കിലും ഇല്ല, അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ചില പെട്ടെന്നായിരിക്കും അങ്ങനെ ഒരു തോട്ട് വരിക, പിന്നെ അതിന്റെ പുറകെ അങ്ങനെ ഇരിക്കുക. അങ്ങനെയാണ്. കർണൻ ചാക്യാർകൂത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കർണൻ, ശിവാജി സാവന്തിന്റെ കർണനെ ബേസ് ചെയ്തിട്ട് അതിന് ചാക്യാർകൂത്തിലെ കർണൻ എന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ വലിയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ കർണൻ അവതരിപ്പിച്ചതിന്റെ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടി ഇത് ഒന്നുകൂടി വരണം, നമ്മുടെ കർണൻ പുരസ്കാരം തരാൻ വേണ്ടി വീണ്ടും അവിടെ ക്ഷണിച്ച് അവതരിപ്പിച്ചത്. അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി എറണാകുളം, കൊച്ചിയിൽ എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ കണ്ണന് വേണ്ടിയിട്ട്. അതെ, അത് ഒരു പുസ്തകമാണ്. കണ്ണൻ തന്റെ പ്രാണപ്രിയായി രാധയെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചു. എനിക്ക് തോന്നുന്നു കൃഷ്ണനെ അന്വേഷിച്ച് കൃഷ്ണനോടുള്ള ഇഷ്ടം കൂടി, കൃഷ്ണ ഭക്തി എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഭക്തൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാനം. നമുക്ക് വേണമെങ്കിൽ ഭഗവാനാവാം, ചിലപ്പോൾ ഭക്തനാവാൻ പറ്റില്ല. കാരണം എന്ത് വേദനകൾ ഉണ്ടായാലും ആ വേദനകളൊക്കെ മറന്നിട്ട്, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം, അപ്പോൾ മനസ്സിലാവും.
നമ്മുടെ ഓട്ടൂര് ഉണ്ണി നമ്പൂതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തനാണ്. ഭക്തനൊക്കെ അവരെയൊക്കെ പറയാം. നമുക്കൊന്നും ഭക്തിയൊന്നുമില്ല. കണ്ണനെക്കുറിച്ച് എത്രയാ എഴുതിയേക്കണേ കണക്കില്ല. സംസ്കൃതവും മലയാളവും പല ഭാഷകൾ അറിയുന്ന ആളാണ്. ആ ഗുരുവായൂരപ്പനെ നടക്കെത്തിയിട്ട് പൊട്ടിക്കരയും. എന്നിട്ട് കണ്ണനെക്കുറിച്ച് എഴുതും. ആ കവിത കേട്ടാൽ ചെവിയിലേക്ക് പിന്നെ വേറെ ഒന്നും കയറില്ല. അത്ര നിറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അവസാന കാലത്ത് രോഗാതുരനായി തീർന്ന് വയ്യാണ്ടായി അമൃതാനന്ദമയി അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. ആൾക്കാർ കൂടി കൊണ്ടുപോവുക. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരുവായൂരപ്പനെന്ന് കയറി തൊഴുത് ഇട്ട് പോവുകയല്ലേ? ഇപ്പം ശശികല എന്നല്ലേ പേര് പറഞ്ഞു. ശശികലയോട് എന്നോട് ചോദിച്ചു ഞാനെന്ത് പറയും? ഉറപ്പായിട്ടും ഗുരുവായൂരപ്പനൊന്ന് അകത്ത് പോയി തൊഴുത് ആ ഗുരുവായൂരപ്പൻ്റെ പാദത്തിലൊന്ന് നമസ്കരിച്ച് കണ്ണാ പോവട്ടോ എന്ന് പറഞ്ഞിട്ട് വേണം പോകാനല്ലേ നമ്മൾ മോഹിക്കുക. ദേവസ്വത്തിലെ ആൾക്കാർ ഭക്തന്മാരെ കൂടിയിട്ടാണ് അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു വേണ്ട, ഒക്കെ ഗുരുവായൂരപ്പനെ തൊഴണ്ട. അപ്പം നമ്മൾ വിചാരിക്കും ഇത്രയും എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയില്ലേ, വയ്യാണ്ടിരിക്കുകയല്ലേ ഞാൻ, എനിക്ക് ഗുരുവായൂരപ്പനെ കാണണ്ടെന്നാണ്. അതാണോ ചോദിച്ചു. ശരി, അങ്ങനെയൊന്നുമില്ല. എനിക്ക് എത്രയോ ജന്മങ്ങൾ അനുഭവിക്കേണ്ട പ്രാരബ്ധം കൂടെ പെട്ടെന്ന് തീർക്കേണ്ട ഗുരുവായൂരപ്പൻ. പക്ഷേ ഞാൻ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഈ ശരീരത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ എൻ്റെ കണ്ണ് ചിലപ്പോൾ നിറയും വേദന കൊണ്ട്. അയ്യോ, എൻ്റെ ഭക്തൻ തോന്നിയാലോ, അല്ലെങ്കിൽ എൻ്റെ ഓട്ടൂരിന് ഇങ്ങനെ പറ്റിയല്ലോ തോന്നിക്കഴിഞ്ഞാൽ അങ്ങേരുടെ കണ്ണ് നിറയെ എനിക്ക് കാണാൻ പറ്റില്ല. അങ്ങേരുടെ കണ്ണ് നിറയാൻ പാടില്ല. ഇതാണ് ഭക്തൻ്റെ ഭാവം. ഗോപികമാരെ മുഴുവൻ ചേർത്ത് നിർത്തിയിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്. എല്ലാവരും എന്നോട് അത് വേണം ഇത് വേണം, കണ്ണാ അത് തരുമോ ചോദിക്കും. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. ഇതുവരെ എന്നോട് ഒന്നും ചോദിച്ചിട്ടില്ലോ, ഒന്ന് ചോദിക്കുമോ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ചേർത്ത് നിർത്തി ചോദിക്കും. ഒന്നും വേണ്ട കണ്ണ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണനില്ലേ, ഇനി ഞങ്ങൾക്ക് എന്താ വേണ്ടത്, ഞങ്ങൾക്ക് ഒന്നും ഇല്ലാന്ന് തോന്നണില്ലല്ലോ. നമ്മളല്ലേ ചോദിക്കുക. നമ്മൾ അങ്ങനെയല്ല, നിങ്ങൾ ചോദിച്ചേ പറ്റൂ, നിർബന്ധമാണ് ഈ പറയാൻ. എല്ലാ ഗോപികമാരും ഒരേ സ്വരത്തിൽ ഒരേ സമയം പറയണത് ഞങ്ങളുടെ കണ്ണിന് സന്തോഷമാവണം, ഞങ്ങളുടെ കണ്ണൻ്റെ സന്തോഷമാണ് വലുത്. അതാണ് ഭക്തി. അതാണ് ഭക്തി. ഗുരുവായൂരപ്പനിടയ്ക്ക് നട തുറക്കുമ്പോൾ മുതൽ താഴെ പൂജ വരെ ആളുകൾ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കണം. എൻ്റെ മകളുടെ വിവാഹം നടക്കണം, മകൻ്റെ ജോലി ശരിയാവണം, പുതിയ കാർ എടുക്കാൻ പറ്റണം, അത് വേണം ഇത് വേണം. ഒരാളെങ്കിലും കണ്ണനോട് കണ്ണാ സുഖാണോ, എൻ്റെ കണ്ണന് എന്താ വേണ്ടേ, എൻ്റെ കണ്ണന് ഞാൻ എന്താ തരേണ്ടതെന്ന് എത്ര പേര് ചോദിക്കണ്ടേ. കണ്ണന് ഈ പൂക്കളും മാലയും നാമവും ഒക്കെ അല്ല, കണ്ണനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണം, കണ്ണനൊരു പരിഭവം പറയണം. എത്ര ഗോപികമാരെ കണ്ടാൽ നിൻ്റെ നടയിൽ നീ സന്തോഷമായിട്ട് കാര്യമൊക്കെ മനസ്സിലായിട്ട് കളിയാക്കണം. കണ്ണന് ഉമ്മകൾ കൊടുക്കണം, ചോക്ലേറ്റ് കൊടുക്കണം, ഐസ്ക്രീം കൊടുക്കണം. ഇന്നാണ് കണ്ണനെങ്കിൽ വെണ്ണയും തൈരും മോരും പാലും ഒന്നും അല്ല, ഐസ്ക്രീം ആയിരിക്കും കണ്ണൻ, അല്ലേ? ചോക്കോബാറൊക്കെ ആയിരിക്കും കെട്ടെടുക്കണേ എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ഇഷ്ടമായി. എന്ത് കൊടുത്താലും മതിയാവാത്ത ആളാണ് കണ്ണൻ. ശ്രീപാദശങ്കരി ഇവർ തിരുവനന്തപുരത്ത് ഒരു അമ്മയുണ്ട്, ഭഗവതി. ആ അമ്മയുടെ മടിയിൽ കണ്ണനിക്കുണ്ട്. ഇതൊരു കുസൃതിയ എന്തൊരു വികൃതിയെ കണക്കില്ല. ആ കണ്ണനെ മാധവേട്ടൻ എന്നാണ് ആ കണ്ണൻ്റെ എല്ലാമായിട്ടുള്ള ആളുടെ പേര്. അപ്പം അദ്ദേഹം സന്യാസമൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്, ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള. ആ കണ്ണനെ കാണാൻ ഞാൻ പോയപ്പോൾ ചോക്ലേറ്റ് ആയിട്ടാണ് പോയത്, മിഠായി ആയിട്ട്. കാറിലിരുന്ന് ഇങ്ങനെ പറയണ പോലെ തോന്നുന്നത്, എനിക്ക് മിഠായി വേണം കേട്ടോ, ചെവിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു കടയിൽ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് പോകുമ്പോൾ ആ കടയിലെ ആൾ ഇങ്ങോട്ട് ചോദിച്ചു ചോക്ലേറ്റ് വേണോ. അപ്പോൾ അവിടുന്ന് ചോക്ലേറ്റ് വാരി ചോക്ലേറ്റ് മേടിച്ചു. അവിടെ ചെന്ന് ആ നടയുടെ തുറന്ന് ഒരു കുഞ്ഞി കണ്ണൂർ വരില്ല, അത്രയേ ഉള്ളൂ. അവിടെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, ചോക്ലേറ്റിൻ്റെ ഇല്ല. അപ്പോൾ ആ റൂമിൽ നിന്ന് ആരോ വിളിക്കണ പോലെ തോന്നുക, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചോദിച്ചു, മാധവേട്ട ഇവിടെ എന്താ അല്ലേ? അവിടെയല്ലേ എൻ്റെ കണ്ണനിരിക്കണേ പറഞ്ഞു. നട വേഗം വാതിലൊക്കെ തുറന്ന് അകത്തുനിന്ന് ഈ വിരലിൻ്റെ അത്ര ഉള്ള കണ്ണ് രണ്ട് കൈ നീട്ടിട്ടിരിക്കുക. ഈ ചോക്ലേറ്റ് ഇങ്ങനെ വാരിയിട്ടു. ഇന്ന് ശ്രീപാദശങ്കരിയായിട്ട് ത്രിപുര സുന്ദരിയായിട്ട് അമ്മ നമ്മുടെ കിളിമാനൂരടുത്ത് ഉണ്ട്. ആ അമ്മയുടെ മടിയിലാണ് ഈ കണ്ണനിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പ്രേമം എന്താണ്, ഭക്തി എന്താണെന്നൊക്കെയാണ്. നമ്മളൊന്നും ഒരിക്കലും ഭക്തനല്ല. പക്ഷെ ആ കൃഷ്ണഭക്തിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ രാധ എന്ന തത്വത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. പിന്നെ നമ്മുടെ യാത്ര റോക്കറ്റിൽ കയറിയ പോലെ പ്രേമഭക്തിയിലേക്ക് വരും. നമ്മൾ ഗോപികമാരുടെ ഭാവത്തിലേക്ക് വരാൻ തുടങ്ങും. അവിടെ പിന്നെ ഉപചാരങ്ങളൊന്നുമില്ല. ഇന്ന സമയത്ത് നാമം ജപിക്കുക, ഇന്ന പോലെ നമസ്കരിക്കുക, ഒന്നുമില്ല. ഭഗവാനെ കെട്ടിപ്പിടിക്കുക, ഭഗവാനെ ഉമ്മ വയ്ക്കുക, കാണുന്നതൊക്കെ ഭഗവാനായിട്ട് തോന്നുക. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഇന്ന ട്രെയിൻ അനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം കേൾക്കുക. നാരായണ ഭ്രാന്തു പിടിച്ചെനിക്ക് തെക്കും വടക്കും തിരിയാതെയായി. ഒന്നും തിരിയാണ്ടാവും. കണ്ണൻ മാത്രം രാവും പകലും ഒന്നുമില്ല. പിന്നെ ഏകാശിയും ദ്വാദശിയും ഒന്നുമില്ല, എല്ലാ ദിവസവും ഏകാശിയും. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഈ രാധയെക്കുറിച്ചുള്ള
ഇഷ്ടം കൂടി വന്നപ്പോൾ ഇത്രയും സ്നേഹിച്ച ഈ രാധ എന്തേ കണ്ണ ഉപേക്ഷിച്ച് ഒരു കത്തെഴുതി. രാധയുടെ പ്രേമം കണ്ടിട്ട് കണ്ണൻ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, നീ എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ട് രാധ? ഞാൻ ഇതിൻ്റെ പകുതി പോലും നിന്നെ സ്നേഹിക്കില്ല. നീ എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നോടൊന്ന് പറഞ്ഞു തരുമോ? രാധ കണ്ണനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, അതെനിക്ക് പറഞ്ഞു തരാനൊന്നും പറ്റില്ല. നീ ഞാനായിട്ട് മാറിയാൽ ചിലപ്പോൾ നിനക്കതറിയാൻ പറ്റും. കണ്ണൻ രാധയെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഉറപ്പായിട്ടും ഞാൻ നീയായിട്ട് മാറണം. എനിക്ക് നീ എത്രമാത്രം എന്നെ സ്നേഹിക്കണം എനിക്ക് അറിയണം. എനിക്ക് ആ പ്രേമസമുദ്രത്തിൽ മുങ്ങണം. പക്ഷെ ഇപ്പം ഞാൻ അതിലേക്ക് പുറപ്പെട്ടാൽ എൻ്റെ അവതാര ഉദ്ദേശം മുഴുവൻ വിഫലമാവും. എനിക്ക് ഗീതോപദേശിക്കാനുണ്ട്, അച്ഛനെ അമ്മയും കാരാഗ്രഹം നിരീക്ഷിക്കാനുണ്ട്. ഞാൻ ആ കണ്ണാതെ വിളിച്ച് നീയാവുന്ന പ്രേമത്തിൽ മുങ്ങും. പിന്നെ ഞാൻ നീയായിട്ട് മാറും. പക്ഷെ ഞാൻ വരുന്നുണ്ടെന്ന്. സഹസ്രനാമത്തിൽ ഗൗരാംഗൻ എന്ന പേരുണ്ട് ഭഗവാൻ. സ്വർണ്ണ നിറമുള്ളവൻ, അതാണ് ചൈതന്യ മഹാപ്രഭു. കണ്ണനായിട്ട് മാറി, കണ്ണൻ്റെ സ്വർണ്ണ നിറത്തിൽ ജനിച്ച് രാധയായിട്ട് മാറി കണ്ണാ 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 എന്ന് വിളിച്ച് ലോകം മുഴുവൻ കൃഷ്ണനെ തേടി നടക്കുന്ന, കൃഷ്ണനെ സാക്ഷാത്കരിക്കുന്ന ചൈതന്യ മഹാപ്രഭു ഈ ഭാവമാണ്. ആ രാധ എന്തുകൊണ്ട് കണ്ണൻ ഉപേക്ഷിച്ചു എന്നൊരു കത്തെഴുതിയിട്ടാണ് സാക്ഷാ വൃന്ദാവനത്തിലേക്ക് ഞാൻ പോയത്. അവിടെ കൊണ്ട് കൊടുത്തു. പ്രിയ കൃഷ്ണന് ഒരു കത്ത് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് എഴുതി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവതാരിക എഴുതിയത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ഹരിദാസ് എന്ന് പറഞ്ഞ അദ്ദേഹം മാനേജറാണ്. ഞാൻ പുഷ്പുൾ ട്രെയിനിൽ കയറി ഗുരുവായൂരിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ച് കൊണ്ടുകൊടുക്കാം. അപ്പോൾ കയറിയപ്പോൾ അദ്ദേഹം ആ കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ പറഞ്ഞൊരു കത്ത് എഴുതിയിട്ടുണ്ട്, ഒരു അവതാരിക എഴുതി തരൂ. അദ്ദേഹം ഉറപ്പായിട്ടും അതിനു വേണ്ടിയല്ലേ നിന്നെ ഈ കമ്പാർട്ട്മെൻറ്റ് കയറ്റിയത്. എന്നിട്ട് അങ്ങനെ വായിച്ചു കേൾപ്പിച്ചു. അദ്ദേഹം ഒരു അവതാരം എഴുതാന്ന് പറഞ്ഞ് നന്നായിട്ട് ക്യൂ ഒന്നും കൂടാണ്ട് എന്നെ അകത്തോണ്ട് തൊഴിച്ചു. തിരുമേനിയോട് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ട് അദ്ദേഹം കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടുന്ന് വേഗം ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് നിന്ന് ഒരു പട്ടുപാടം അപ്പം തന്നെ സമ്മാനമായിട്ട് പുസ്തകം വായിക്കണേക്ക് മുമ്പ് തന്നെ കണ്ണനറിയാലോ എന്താ എഴുതിയത്. ആ പുസ്തകമായിട്ട് വൃന്ദാവനത്തിൽ കൊണ്ട് കൊടുത്തു. കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് സമാധാനമായി. കുറേ കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ പറയണതായിട്ട് തോന്നുന്ന മറുപടി. രാധയുടെ അടുത്താണ് കൊണ്ട് കൊടുത്ത് അറിയാണ്ട് കണ്ണന് കൊടുക്കാൻ കൊണ്ടിട്ട്. അങ്ങനെയാണ് രാധയുടെ കയ്യിൽ കൂടെ കണ്ണൻ്റെ അടുത്തേക്ക് പോകുള്ളൂ. എൻ്റെ ഒരു ഓപ്പിളുണ്ട് സുദർശന എന്ന് പറഞ്ഞിട്ട്. ഓപ്പിൾ പറഞ്ഞു അത് രാധയ്ക്ക് കൊടുക്കാനേ പറ്റുള്ളൂ, രാധാറാണിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം ഭഗവാൻ അപ്പോഴായിരിക്കും കത്ത് കിട്ടിയിട്ടുണ്ടാവുക. ആ മറുപടി തോന്നിയതെല്ലാം കൂടി എഴുതി ഈ സുദർശനോപ്പളുടെ മകൻ്റെ വേളി ഗുരുവായൂർ വെച്ച് നടക്കുമ്പോൾ അടുത്ത പുസ്തകത്തിൻ്റെ പ്രകാശനം, ആദ്യത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇളവൂര് ഭാഗവത സത്രം നടക്കുമ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു. അങ്ങനെയാണ് എന്റെ മറുപടി കിട്ടി. എൻ്റെ മറുപടി ഇത് രണ്ടും ചേർന്ന ഒരു പുസ്തകം, പ്രിയ കൃഷ്ണൻ ഒരു കത്ത് എന്ന് സ്വന്തം കണ്ണൻ. ഇപ്പോൾ ആ രണ്ടും ചേർന്ന ചോദ്യ ഉത്തരം ചേർന്ന പുസ്തകത്തിന് എന്ന് സ്വന്തം കണ്ണൻ എന്ന പേര് കൊടുത്തിരിക്കണം. പുസ്തകം ഇവിടെ ഉണ്ട്, ഞാനത് കാണിക്കാനൊക്കെ അല്ലെ കാണിക്കാമല്ലോ. അത് ഗുരുവായൂര് ജയപതാക എന്നൊരു സ്റ്റോറുണ്ട്. ഗുരുവായൂര് രുദ്രതീർത്ഥം ഉണ്ടല്ലോ, കുളം, നേരെ കഴിക്കാൻ ഇടയ്ക്ക് ചെന്നിട്ട് രുദ്രതീർത്ഥത്തിൻ്റെ അവിടേക്ക് തിരിയുമ്പോൾ തന്നെ കാണാം ഒരു മാവുണ്ടായിരുന്നു, നേരെ കാണാം. ജയപതാക എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറുണ്ട്, അവിടെ പുസ്തകമുണ്ട്. പിന്നെ കൂടാതെ ഞാൻ പ്രോഗ്രാമിന് പോകുന്ന സ്ഥലത്തൊക്കെ അത് കൊടുക്കാറുണ്ട്. ജയപതാക സ്റ്റോറിൽ തുളസിമാല അടക്കം വൃന്ദാവനത്തിൽ കിട്ടുന്ന പല സാധനങ്ങളും ഗോപീചന്ദനം ഒക്കെ കിട്ടുന്ന ഒരു കടയാണ്. അവിടെ പുസ്തകങ്ങളുണ്ട്. പിന്നെ ഞാൻ ഈ പരിപാടിക്ക് പോകുന്നിടത്തുണ്ട്. പിന്നെ ചില ആൾക്കാർ എന്നോട് ഇപ്പൊ കണ്ട കഥ കേൾക്കുന്നവർക്കൊക്കെ അഡ്രസ് കൊടുക്കണല്ലോ, സ്റ്റാറ്റസ് കാണാറില്ല എല്ലാ ദിവസവും. കണ്ണന്റെ ഒരു ചെറിയ പ്രേമമായിട്ടുള്ള ചെറിയ 2 2 വാക്ക് അതിന്റെ അവിടെയൊക്കെ അഡ്രസ് എന്റെ ഫോൺ നമ്പർ എഴുതിയിടാറുണ്ട്. അത് കണ്ട് ശരി. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ അവർ വിളിക്കുമ്പോൾ അവർക്ക് പുസ്തകം അയച്ചു കൊടുക്കാറുണ്ട്. താങ്കളുടെ ഫാമിലി അമ്മയും അച്ഛനും ഇല്ല, എൻ്റെ ഗുരുനാഥന്മാരാണ്. അനിയൻ ഹരികൃഷ്ണൻ ശ്രീമൂലനഗരത്തിൻ്റെ, അദ്ദേഹം കൂത്തിന് മിഴാവൂട്ട് എന്നൊക്കെ വരാറുണ്ട്. പ്രൊഫഷൻ വേറെയാണ് എങ്കിലും എൻ്റെ കൂടെ വരാറുണ്ടായിരുന്ന അദ്ദേഹമായിരുന്നു സ്ഥിരമായിട്ട്. പിന്നെ ഇവിടെ ഇപ്പം ഞാൻ മഞ്ഞപ്പുറ കാർപ്പളിക്കാവ് അമ്പലത്തിനടുത്ത് താമസിക്കുന്നത്. ഇപ്പോൾ വൈഫ് ഹൗസ് ഇവിടെ തൊട്ടടുത്താണ്. ഇവിടെ ഞാൻ വീട് വെച്ച് താമസിക്കുന്നു. വൈഫിൻ്റെ പേര് ജയലക്ഷ്മി എന്നാണ്. മകൻ യദുകൃഷ്ണൻ, അയാളാണ് മിക്കവാറും കൂത്തിന് മിഴാവൂട്ടാനായിട്ട് വരാറുള്ളത്. പിന്നെ അമ്മയുണ്ട്, അമ്മ അമ്പലത്തിൽ കഴകാണ് വൈഫിൻ്റെ അമ്മ. ഇവിടെ ഈ കാർപ്പളിക്കാവ് അമ്പലത്തിൻ്റെ ആലിൻ്റെ ചുവട്ടിൽ നിന്നിട്ടാണ് കണ്ണൻ്റെ കഥകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് സാമാന്യ ഫാമിലി ഡീറ്റെയിൽസ്. പിന്നെ ഇവിടെ ഇരുന്ന് പഠിപ്പിക്കുകയും ചെയ്യും. ഇവിടെ ക്ലാസ് ഉണ്ട്. ക്ലാസ് എടുക്കുന്നത് എന്തിലാണ്? ചാക്യാർഭൂതത്തിനെ കുറിച്ച് എടുക്കാറുണ്ട്, പാഠം പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഈ റിസർച്ച് ആയിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാർക്ക് ഈ ക്ഷേത്ര കലകളുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, ഡാറ്റ. ഇവിടെ അത്യാവശ്യം ഒരു പുസ്തകം വലിയ ശേഖരമുണ്ട് കണ്ടത്. ഈ പുസ്തകങ്ങളൊക്കെ മിക്കവാറും നാട്യത്തെ കുറിച്ചുള്ളതുണ്ട്. ഡാൻസുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില നാട്യശാസ്ത്രത്തിന്റെ ക്ലാസ്സുകളൊക്കെ എടുത്ത് നോക്കാറുണ്ട്. പിന്നെ ഭാഗവത സത്രം പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഡാൻസുകാർക്ക് അതിന്റെ ഒരു അഭിനയം എന്താണ് അഭിനയം,
എങ്ങനെയൊക്കെ അഭിനയിക്കാം, രസം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ തിയറി സൈഡുകളുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ നാട്യശാസ്ത്രങ്ങൾ. രസം എന്ന് പറഞ്ഞാൽ എന്താണ്, രസം എങ്ങനെ ഉണ്ടാവണത്, നമ്മുടെ ഉദയനാനന്ദ ചോദിക്കില്ല രസം ഉണ്ടാവുകയാണോ ഒക്കെ ചോദിക്കില്ലേ, അതുപോലെ രസം ഉണ്ടാവുകയാണോ, എങ്ങനെ രസം ഉണ്ടാവണം, അതിന് എന്തൊക്കെ വേണം, ആ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഒരാൾ മരിച്ചു കിടക്കുക വിചാരിക്കുക, ആ മരണരംഗം ഇങ്ങനെ ചിത്രീകരിക്കുക. അപ്പോൾ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് പെൺകുട്ടി ഇങ്ങനെ തലക്കി കൊടുത്തിരിക്കുക, അത് കണ്ടിട്ടൊക്കെ നല്ല കുട്ടിയാണല്ലോ എന്ന് തോന്നിയിട്ട് അവിടെ രംഗം അവതരിപ്പിക്കാൻ പറ്റില്ല. അവിടെ ശൃംഗാരം കൊണ്ടിരുന്നെങ്കിൽ ഇതൊന്നും അല്ല വേണ്ടത് അല്ലേ. അപ്പോൾ ഒരാളിങ്ങനെ ഒരു മനോഹരമായ ഉദ്യാനത്തിലിരിക്കുന്നു, അവിടെ ഒരു ഓടക്കുഴലിൻ്റെ ശബ്ദം ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് കേൾക്കണു, അപ്പോൾ അയാൾ ആ ഉദ്യാനത്തിലിരിക്കുന്നു. അപ്പോൾ ഈ വേറൊരാൾ അവിടെ എതിർച്ചയാ വരണു. അപ്പോൾ അയാളുടെ നിന്ന് ഒരു ഫോൺ നിലത്ത് വീണപ്പോൾ അവൾ ആ ഫോൺ എടുക്കണം. ഫോൺ എടുക്കുമ്പോൾ തന്നെ അതിൽ ഒരു റിങ്ങിങ്, പ്രേമാവതാരമായിട്ടുള്ള റിങ്ങിങ് ടോൺ വരുന്നു. അത് കേട്ടുകൊണ്ട് ചിരിച്ചോണ്ട് കൈ കൊടുക്കണു, താങ്ക് യു പറയണു, എന്താ ഒരു മനോഹരമായ പ്രേമത്തിൻ്റെ അന്തരീക്ഷം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, പിന്നെ അതിൻ്റെ വികസനം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് രസം ഉണ്ടാവുക. ഏത് രസമായാലും ഉണ്ടാവും, അതിന് രസം ഉണ്ടാവേണ്ട കാര്യം. ഇപ്പോൾ കരുണ രസമാണെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കരുണ രസം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ തത്ര വിഭവാനുഭാവ വിഭചാരി സംയോഗാത് രസനിഷ്പത്തി എന്ന് രസത്തിൻ്റെ സൂത്രം പറയണു. അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അതെങ്ങനെയൊക്കെ നിങ്ങൾക്ക് നാടകത്തിൽ അഭിനയിക്കാം, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നൃത്തത്തിൽ അഭിനയിക്കാം. അങ്ങനെ നൃത്തം ബേസായിട്ടുള്ള വിഷയങ്ങൾ എല്ലാ നാട്യശാസ്ത്രത്തിലും എല്ലാ അധ്യായങ്ങളെ കുറിച്ചിട്ടല്ല, അതിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തിട്ടുള്ള ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള സാധനം. ഒരുപാട് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്, നാടകത്തിൻ്റെ ആൾക്കാർ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാറുണ്ട്, നാട്യശാസ്ത്രം പഠിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കാറുണ്ട്. ഈ ഒരു കലാമേഖലയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണല്ലോ മാജിക്കിനെ കുറിച്ച് പറഞ്ഞത്. അതെങ്ങനെയാ അവിടേക്ക് എത്തിയേ മാജിക്കില്? ചാക്യാർകൂത്ത് ചൂര അമ്പലത്തിൽ അവതരിപ്പിച്ചപ്പോൾ ഇവിടെ അടുത്ത് ചൂര ക്ഷേത്രമുണ്ട്, അവിടെ കൂത്ത് കാണാൻ എൻ്റെ ഒരു സുഹൃത്ത് വന്നു. സുഹൃത്ത് അന്ന് പരിചയപ്പെട്ടിട്ടില്ല, PC ഷാജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അവിടെ വന്നപ്പോൾ കൂത്തിലെ അദ്ദേഹം സ്വഭാവമായിട്ട് കളിയാക്കിയ മിസ്റ്റർ കേരളയ്ക്ക് ആയിരുന്ന ഒരാളാണ്, നല്ല ബോഡി ബിൽഡറൊക്കെയാണ്. അപ്പോൾ ഭീമസേനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം വേഗം അദ്ദേഹത്തിൻ്റെ അത് രസികനാണ്. കൂത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് പരിചയപ്പെട്ടു. എന്തെങ്കിലും ഗിഫ്റ്റ് വേണോ, ഗിഫ്റ്റ് തരാൻ ആഗ്രഹമുണ്ട്, എന്താ വേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം മജീഷ്യനാന്ന് പറഞ്ഞു. എനിക്കൊരു മാജിക്ക് പഠിച്ച തിരക്കില്ല പറഞ്ഞു. അങ്ങനെ മാജിക്ക് അദ്ദേഹം പഠിപ്പിച്ചു. കൂടാതെ അദ്ദേഹം മിഴാവ് പഠിച്ചു എൻ്റെ അടുത്ത് നിന്ന്. അനിയൻ്റെ അടുത്ത് പഠിച്ച് എൻ്റെ കൂടെ പൂത്തിന് മിഴാവ് ഓട്ടം വരാറുണ്ട് കുറെ കാലം. പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് കുറെ ഒരു ചെറിയൊരു മാജിക് ഒന്ന് ചെയ്യാൻ. ഞാൻ മെന്റലിസം കുറിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂടെ മെന്റലിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു സാധനം ചെയ്ത് നോക്കാം, ഉറപ്പില്ല ശരിയാവുമെന്ന് കേട്ടോ. ഇത് സാധാരണ ഒരു പേപ്പറാണ് അല്ലേ. ഈ പേപ്പർ നമുക്ക് കീറി കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു മിസ്റ്റർ കേരള ഒന്നും ആവേണ്ട കാര്യമില്ല, സിമ്പിളായിട്ട് നമുക്ക് കീറാൻ പറ്റും അല്ലേ, ഉറപ്പല്ലേ, കീറി കളയാൻ പറ്റും. ഈ പേപ്പർ ഞാൻ മാഡത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 2 കണ്ണും പിടിച്ചോളൂ, ഇത് കീറാൻ പോവാണ്. കീറാൻ പറ്റുന്ന തെളിഞ്ഞില്ലേ, ഈസി ആയിട്ട് കീറിയില്ല. ഞാൻ ഈ കയ്യിൻ്റെ ശക്തി അതൊക്കെ ഇങ്ങനെ ആവാഹിച്ചെടുക്കുക. 2 കൈയിൻ്റെയും ബലം ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു പേപ്പർ കീറണമെങ്കിൽ പോലും എൻ്റെ പെർമിഷനില്ലാതെ സാധിക്കില്ല. ഓക്കെ, കീറാൻ നോക്കൂ. പറ്റുന്നില്ല, പേപ്പർ ശക്തിയില്ല. ഇതാണ് മെന്റലിസം. എൻ്റെ കയ്യിൽ ഒരു കർച്ചീഫുണ്ട്, കണ്ടില്ലേ? ഈ കർച്ചീഫിൽ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ എന്ന് വേണമെങ്കിൽ പരിശോധിക്കാം. ആ 100 നോട്ട് അല്ല, അവിടെയാണ്. ചുവന്ന കർച്ചീഫ്. ഇനി ആ ചുവന്ന ആ കർച്ചീഫ് എടുത്തോളൂ. എൻ്റെ കയ്യിലൊരു ചുമന്ന കർച്ചീഫുണ്ട്, കണ്ടില്ലേ? ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു 100 നോട്ടുണ്ട്. ഈ ചുമന്ന കർച്ചീഫ് ഇപ്പോൾ ഈ 100 നോട്ടിലില്ല എന്ന് ഉറപ്പല്ലേ? ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഞാൻ ഈ കർച്ചീഫിനകത്തേക്ക് ഇത് പതുക്കെ കയറ്റി വയ്ക്കാൻ പോവുകയാണ്. ഇതാ ഈ ചുമന്ന കർച്ചീഫ് ഇപ്പോൾ എവിടെയുള്ള കാണുന്നുണ്ടല്ലോ എല്ലാവരും. ഇപ്പോൾ ചുമന്ന കർച്ചീഫ് എവിടെയുണ്ട്? ഇതിലുണ്ട്, ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഇതാ ഇതിൻ്റെ അവസാന തുമ്പ് കൂടി കണ്ടോളൂ, കണ്ടില്ലേ? ഉറപ്പല്ലേ? ഇതിനകത്ത് വെച്ചിട്ട് അതൊക്കെ അമർത്തിയിരിക്കുന്നു.
ഇപ്പോൾ കർച്ചീഫ് ഇവിടെയുണ്ട്, ബട്ട് മാജിക് സംഭവിച്ചിരിക്കുന്നു. ആ കർച്ചീഫിൻ്റെ ഉള്ളിൽ എൻ്റെ കയ്യിലോ അതില്ല, ഇങ്ങോട്ട് പോയിട്ടില്ല. ആ 100 നോട്ടിനകത്തുണ്ട്. ഈ 100 നോട്ടിനകത്താണ് അതുള്ളത്. ഉറപ്പിക്കാൻ പറ്റുമോ? സോറി, അത് നോക്കണ്ട. എന്നെ 2 കൈ ഫ്രീ ആണ്, ബ്ലാങ്ക് ആണ് അല്ലേ? 2 കൈ ഫ്രീ ആണ്. ഈ 100 നോട്ട് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ? ഇല്ല. ഈ പരിപാടികളൊക്കെ അവതരിപ്പിക്കുമ്പോൾ എവിടുന്നെങ്കിലും മോശം അനുഭവമായിട്ട് ഉണ്ടായിട്ടുണ്ടോ? മോശാനുഭവങ്ങൾ, ഞാനൊരിക്കലൊരു അമ്പലത്തിൽ കൂത്ത് അവതരിപ്പിച്ചു. കൂത്ത് കഴിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു. സാർ എവിടെ എത്തി? അവൻ ആരാ? എവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ? നമ്മുടെ അമ്പലത്തിലേക്ക് വരാറായോ? അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന് വേറെ ഞാൻ പരിപാടി ആയിട്ടില്ല. താങ്കൾ എന്താ പറയണത്? ഇവിടെ പരിപാടി ആയിട്ടില്ല, ഇവിടെ വരും എന്നൊക്കെ ഭയങ്കര ബഹളം. ഞാൻ പറയാം, എവിടെ സ്ഥലം? അത് ശരി, പരിപാടി ആയിട്ട് വരാണ്ടിരിക്കാനുള്ള പരിപാടിയല്ലേ? നിങ്ങൾ ഞാൻ സ്ഥലം പറയൂ. അത് മാത്രം പറയില്ല. അങ്ങനെ ഒരു അരമണിക്കൂർ അവിടെ തന്നെ ലാക്കായി. അതിന് ഏതൊരു ഞാൻ വേറെ ആരെങ്കിലും കൊടുക്കാൻ പറഞ്ഞു ഫോൺ. അപ്പോൾ ഒരു കമ്മിറ്റിക്കാരൻ വിളിച്ച് ഇന്ന സ്ഥലത്താണ് താങ്കളെ പരിപാടി ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ എഗ്രിമെൻ്റ് ഉണ്ടോ? ഇല്ല. നോട്ടീസ് അയച്ചിട്ടുണ്ടോ? ഇല്ല. അഡ്വാൻസ് തന്നോ? ഇല്ല. ഞാൻ ഈ പരിപാടി ഏറ്റമായിട്ട് പോലും എൻ്റെ മനസ്സിലില്ല. അല്ല, നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഓരോ ഓട്ടത്തിൽ ആളെ ഏൽപ്പിച്ചിട്ട് അയാളും വന്നിട്ടില്ല. അപ്പോൾ ശരി, നന്നായിരുന്നു. ഞാൻ എവിടെയും സ്ഥലം, ഇന്ന സ്ഥലം വരാൻ പറ്റൂ സാറിന്, വരാൻ പറ്റിയെങ്കിൽ വരുമെന്നു. ഞാൻ അവിടെ ചെല്ലുക. അപ്പോൾ ഒരു വലിയ പുരുഷാരം അവിടെ നോക്കിയിരിക്കുന്നു. എൻ്റെ മോനൊക്കെ ഉണ്ട്, കുഞ്ഞുവാവയാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചൂടാവുന്നു. ഞാൻ അതൊക്കെ വിട്ടേക്കോ, ഞാൻ പരിപാടി ഇപ്പോൾ നടത്തിയാൽ മതിയോ? മതി. ഞാൻ ഈ പരിപാടി ഏറ്റവും എൻ്റെ മനസ്സിലില്ല. നിങ്ങൾ ഈ ചെയ്തതൊന്നും ചെയ്തിട്ടില്ല, എഗ്രിമെൻ്റ് ചെയ്തിട്ടില്ല, നോട്ടീസ് അയച്ചിട്ടില്ല. സമയത്ത് വിളിച്ചോളൂ. പക്ഷെ അദ്ദേഹം പറയണത് എന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ്. ചിലപ്പോൾ അദ്ദേഹം വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവാം, ഇല്ലാണ്ട് അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. പക്ഷെ അതിൻ്റെ ബാക്കി ഫോർമാലിറ്റീസ് ഒന്നും ചെയ്തിട്ടില്ല. അന്ന് പരിപാടി ഉണ്ടാവുമോ ചോദിച്ചിട്ടുണ്ടാവാം. ഇയാളുടെ ചൂടാവലും ഈ നിറച്ച ആൾക്കാർ. അപ്പോൾ തൊട്ട് മുമ്പുള്ള പരിപാടി കഴിഞ്ഞിട്ട് ആൾക്കാരെ കയ്യടിയും നമസ്കരിക്കലും സെൽഫി എടുക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇതിൽ നിന്ന് വന്നിട്ടാണ് ഈ അവസ്ഥ. ഞാൻ സ്റ്റേജിലേക്ക് വരുന്നു, ഇയാൾ മുമ്പിൽ വന്നിരിക്കുന്നു. ആൾക്കാരുടെ മുമ്പിൽ വെച്ച്, ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇയാൾ വല്ലാതെ റഷ്യായി സംസാരിക്കുന്നു. അങ്ങനെ രംഗത്ത് വന്ന് നിന്നു. കൂത്ത് തുടങ്ങുന്നു. കൂത്ത് തുടങ്ങുമ്പോൾ എനിക്കതിൽ ഞാൻ 2 മിനിറ്റിനുള്ളിൽ ആ കഥയിലേക്ക് ലിങ്കാവും. എന്നിട്ട് ഞാൻ അവരെ ചിരിപ്പിക്കാനും അവരെ ഭക്തിയിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ എനിക്ക് സാധിക്കാറുണ്ട്. കണ്ണൻ അനുഗ്രഹമുണ്ട്, എൻ്റെ കഴിവൊന്നുമല്ല. പക്ഷെ ഒരു 10 മിനിറ്റ് നേരം 15 മിനിറ്റ് നേരം ഞാൻ വെറുതെ കഥ പറയുമായിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, തമാശ പറഞ്ഞിട്ടും ഏൽക്കുന്നുണ്ടായില്ല. പക്ഷെ 15 മിനിറ്റിനുള്ളിൽ കൂത്ത് അവതരിപ്പിച്ചു. അദ്ദേഹം ദക്ഷിണ പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ താങ്കളുടെ പരിപാടി ആയിട്ടിട്ട് പോലുമില്ല, പിന്നെ ഞാൻ എന്തിന് ദക്ഷിണ കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു വന്നിട്ടുള്ളൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. വേറെ അങ്ങനെ ദുരനുഭവങ്ങളൊന്നും കൂത്തിൽ ഉണ്ടായിട്ടില്ല. മറക്കാൻ പറ്റാത്ത ഒരുപാട് രംഗങ്ങളെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സദസ്സ് സ്കൂളുകളിലെ വേദികളാണ്. കാരണം നിഷ്കളങ്കരായ കുട്ടികളാണ്. അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ അവർ പരസ്യമായിട്ട് കൂട്ടുമായിടും. ഇപ്പം ഞാൻ പറഞ്ഞതൊന്നും ശശികലയ്ക്ക് ഇഷ്ടമാവില്ലെങ്കിലും ആഹാ അതൊക്കെ പറയായിരിക്കും. കാരണം ഇൻ്റർവ്യൂ എടുക്കുകയാണല്ലോ. ഒരു കുട്ടിയാണ് വിളിക്കണമെങ്കിൽ എന്ത് ബോർ പരിപാടിയാണ് പറഞ്ഞിട്ട് ദേഷ്യം. എന്നിട്ട് എന്നിട്ട് കൂട്ടുപോയിടും. കുട്ടികൾ അങ്ങനെ നല്ല റെസ്പോൺസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വിറ്റടിക്കുമ്പോൾ അവർ പൊട്ടിച്ചിരിക്കും. അവർ ടീച്ചർമാരെ കളിയാക്കുമ്പോൾ അവരവിടെ തുള്ളും. പരിപാടി കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ സ്റ്റേജിൽ നിന്ന് ചിലപ്പോൾ അണിയറയിലേക്ക് പോകാൻ പറ്റാതെ സ്റ്റേജിൻ്റെ ഓഡിയൻസിന് മുമ്പിൽ കൂടി ആയിരിക്കും ചിലപ്പോൾ നമുക്ക് വിഷമാന സ്ഥലത്തേക്ക് പോകാം. അപ്പോഴത്തെ ഈ കുട്ടികളൊക്കെ വാരി പൊതിയും നമ്മളെ. അവർ സെൽഫി എടുക്കൽ, കൈ തരല്, നമുക്ക് അവിടെ നിന്ന് പോരാൻ പറ്റില്ല. എൻ്റെ മകൻ ചിലപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കാറുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള മെമ്മറിയാണ്. ഇതാണ് സന്തോഷമായിട്ടുള്ള അനുഭവം. ചെറിയ അരങ്ങായിരിക്കുക, നിറയെ ആസ്വാദകരുണ്ടാവുക. അവളെ ചിലപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. ചിലപ്പോൾ നമ്മൾ 2ാമത്തെയോ 3ാമത്തെയോ സ്റ്റേജായിരിക്കും ചിലപ്പോൾ അവിടേക്ക് ഏറ്റവും നന്നാവുക. ഏറ്റവും മോശമായ അരങ്ങ ഏതാ ചോദിച്ചാൽ വേറെ ഏതെങ്കിലും വലിയ പരിപാടി കാണാൻ ആൾക്കാർ തയ്യാറായിട്ട് നിൽക്കുക. വലിയ ഗാനമേള രസം, അതിന് തൊട്ട് മുമ്പ് ചാക്കിയാർ കൂട്ടി വെച്ചു. അപ്പോൾ ഈ ഇരിക്കുന്ന പുരുഷാരം മുഴുവൻ അത് കാണാൻ വന്നിരിക്കുന്നവരാവാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പരിപാടിക്ക് ഉണ്ടായിട്ടുണ്ട്. നല്ല ഓഡിയൻസുള്ള ദിവസം വെച്ചാൽ മതി കൂത്തുകൂടും. അതാവാ എന്നിട്ട് വലിയ ഫേമസ് ആയിട്ടുള്ള സിംഗറുടെ ഗാനമേള വെച്ചിരിക്കുകയാണ്. തൊട്ട് മുമ്പ് കൂത്ത്. അപ്പോൾ അവിടെ നോക്കിയാൽ വലിയ പുരുഷാരം കാണാം. അപ്പോൾ ഒരു ചാക്കിയാർ തെറ്റിദ്ധരിക്കരുത്, ഈ ആൾക്കാർ മുഴുവൻ എന്നെ കാണാൻ വന്നാന്ന് വിചാരിക്കാൻ പാടില്ല. മനസ്സിലാക്കണം, സെൻസ് ഉണ്ടാവണം ഇതെന്താ വന്നേക്കുന്നത്. ഞാൻ കൂത്ത് തുടങ്ങിയതിന് മുമ്പ് അനൗൺസ് ചെയ്തു ചാക്കിയാർ കൂത്തിൻ്റെ സമയം അനുവദിച്ചിട്ടുള്ള 1 മണിക്കൂറാണ്. ഈ ഗാനമേള കേൾക്കാൻ ഞാനും പ്രേക്ഷകനായിട്ട് ഇവിടെ ഉണ്ടാവും. 1 മണിക്കൂറാണ് എനിക്ക് പറഞ്ഞത്. പക്ഷേ ഞാൻ കമ്മറ്റിക്കാരുടെ സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങിയിട്ട് 50 മിനിറ്റിൽ ഈ പരിപാടി ഞാൻ നിർത്തും.
എൻ്റെ കൂത്ത് ഒരിക്കലും ഈ പരിപാടിക്ക് തടസ്സമല്ല, ഞാൻ കൂത്ത് തുടങ്ങിക്കോട്ടെ. അപ്പോൾ തന്നെ കയ്യടി വന്നോളൂ. അവർ ഓഡിയൻസിനെ കയ്യിലെടുക്കുക, നിങ്ങൾക്കൊരു പ്രതിബന്ധമല്ല, ഞാൻ അരങ്ങറിയണം കലാകാരൻ. കൂത്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഇത് കസേരയുടെ അടിക്കടിക്ക് മുകളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തിരക്ക് നിയന്ത്രിക്കുന്ന എൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞവരല്ല, ഒരാളെ കൂടി എവിടെക്കടാ വഷളാ ഉറൈ, എന്താ ഈ കാട്ടറായി വിദ്വ മറച്ച് കളയുമല്ലോ എന്ന് പറയാല്ല. അയാളെ കസേര വെച്ച് തട്ടി എല്ലാം കൂടി മറിഞ്ഞു വീണു. അതോടുകൂടി എന്താ ഈ കാട്ടണം ചോദിക്കാൽ ആൾക്കാർ ഇവിടെ ചിരിയായി. അപ്പോൾ ഇത് സെക്രട്ടറിയോട് വന്നു, നിൽക്കടാ അവിടെ, എവിടേക്കാ പറഞ്ഞത് തന്നെ, എവിടെയാണ് ഞാൻ ചുമതല ഏൽപ്പിച്ചത്, പറയണോ അവിടെ നിൽക്കുക അവിടെ. അപ്പോൾ പുള്ളി അവിടെ നിന്നു, നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കുക, അങ്ങോട്ട് ചെല്ലണോ. അപ്പോഴത്തേക്ക് എന്ത് പറ്റിച്ചാൽ ഈ ഗാനമേള കേൾക്കാൻ വന്ന ഓഡിയൻസ് മുഴുവൻ നമ്മുടെ പോക്കറ്റിലേക്ക്. അവിടെ നിന്ന് ഓഡിയൻസിൽ നിന്ന് കത്ത് വന്നു, 50 മിനിറ്റ് നിർത്തി 1 മണിക്കൂർ നടത്തണമെന്ന്. ഇത് കലാകാരൻ്റെ കഴിവായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ചില സദസ്സ് ഇങ്ങനത്തെ സദസ്സുകൾ വരും, വലിയ പാടത്തിൻ്റെ നടുക്ക് സ്റ്റേജ്. ഒരമ്പലത്തിൽ 5 കൊല്ലമായിട്ട് കൂത്തുണ്ട്, ചെറിയ സ്റ്റേജ് നിറച്ച ആൾക്കാരെ. അപ്പോൾ അവരെല്ലാവർക്കും കാണണമെന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷം ഗംഭീരമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാടത്തിൻ്റെ നടുക്ക് ഇത്ര പൊക്കമുണ്ട് സ്റ്റേജ്. അതിന് മുകളിലേക്ക് 10 സ്റ്റെപ്പ് കയറണം സ്റ്റേജിൽ. അവിടെ നടിയിലേക്കൊക്കെ ഒരാളെ കാണാൻ പറ്റില്ല. ഒരു ബാരിക്കേഡ് വെച്ച് അറിയാണ്ട് ആരെങ്കിലും മുമ്പിൽ വരാണ്ടിരിക്കാൻ വേണ്ടി വെച്ച് കെട്ടി അകത്തി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കൊരു ബൈനോക്കുലർ തരാൻ പറ്റും. അതെന്തിനാ, ഇത് നോക്കിയിട്ടെങ്കിലും ആൾക്കാരൊന്ന് കാണാൻ വേണ്ടിയിട്ട്. കാരണം പ്രേക്ഷകനെ ഗീവ് ആൻഡ് ടേക്ക് ആണ്. അവരുടെ ചിരി, അവരുടെ കണ്ണീരാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ നിന്ന് കിട്ടുന്നതനുസരിച്ചാണ് പിന്നെ നമ്മൾ ചെയ്യണേ. ഇത് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുള്ള സാധനമല്ല. അപ്പോൾ നമ്മൾ കണ്ണാന്ന് വിളിക്കുമ്പോൾ ഹരേ എന്ന് വെച്ചാൽ അവിടെ നിന്ന് കരയും ചെയ്യാം. അത് കേൾക്കുമ്പോൾ നമ്മളതിൻ്റെ ഇരട്ടിയിലേക്ക് എത്തും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള സദസ്സുകളിൽ ഈ പറഞ്ഞ പാടത്തിൻ്റെ നടുക്ക് വലിയ ഇതൊക്കെ വെച്ച് കെട്ടി കൂത്തിനല്ലാത്ത എല്ലാ സംവിധാനമുള്ള അരങ്ങത്തെ നമ്മൾ കൂത്തിൻ്റെ ജില്ലയാണെങ്കിൽ നമ്മുടെ കാറിൽ തിരിച്ചു പോകാനുള്ള പെട്രോൾ ഉണ്ടെങ്കിൽ അവരോട് സംസ്ഥാപരാധം പറഞ്ഞ് നമസ്കരിച്ച് കൂത്ത് പറയാതെ തിരിച്ചു പോരുക. കൂത്തിന് വേഷം കെട്ട് അതിൽ അരിമാവ് വെച്ചിട്ടുണ്ടാവും. അരിമാവ് കൊണ്ടൊന്ന് വീട്ടിൽ വന്ന് നല്ല ദോശ ഉണ്ടാക്കി ഒരു ചട്നി കൂട്ടി കഴിച്ചാൽ വെരി ഗുഡ്, അതാണ് നല്ലത്. അല്ലാതെ അവിടെ കൂത്ത് പറയാതിരിക്കുകയാണ് നല്ലത്. പിന്നെ മനോഹരമായ ശബ്ദ സംവിധാനത്തിലൂടെ നമ്മൾ അനുഗ്രഹിച്ച ഒരുപാട് സൗണ്ട്സിൻ്റെ പ്രവർത്തകരുണ്ട്. വലിയ ഇഷ്ടമാണ് അത്. ചില സ്ഥലത്ത് ഇതിൻ്റെ പണി അറിയാത്ത ആൾക്കാരുണ്ടാവും, നന്നായിട്ട് ഇതിൻ്റെ പണി അറിയാത്ത ആൾക്കാർ. എല്ലാ സംവിധാനവും ഉണ്ടാവും. നമ്മൾ ഈ 2 മൈക്കിൽ നിന്നിട്ട് പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഈ മൈക്കിൽ നിന്ന് മാറി ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് ഓഫാക്കി വെച്ചിട്ടുണ്ടാവും. ആ സമയത്ത് കേൾക്കില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ കഥാപാത്രത്തിൽ നമ്മളിലേക്ക് വരും. എന്നിട്ട് മൈക്കാരനെ മൊത്തം അയാൾ വേഗം ചെയ്യും. എന്നിട്ട് ഇവിടെ പറഞ്ഞാൽ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് ഓഫ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നല്ല ബാസാക്കി വെച്ചിട്ടുണ്ടാവും, ഇവിടെ വേറെ ഇതിലാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഒക്കെ കരച്ചിൽ വരും. അവിടെ നമ്മൾ പരാജയപ്പെടും. നമ്മളെ മൈക്കാരോട് എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇത് മോഡലാക്കി വെച്ചോളൂ, ഞാൻ അതിൽ പിടിച്ചെന്നോളാം എന്ന് പറഞ്ഞ് കരയേണ്ടി വരും ചിലപ്പോൾ. അത് അപൂർവം ഒരുപാട് അനുഗ്രഹീതരായ സൗണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കലാകാരന്മാർ, അവരാണ് നമ്മുടെ വിജയം, ഒരു സംശയമില്ല. പക്ഷെ അറിയാലോ, പാടുന്ന ആളല്ലേ, ചില സ്ഥലത്ത് ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റും, നമുക്ക് സങ്കടം വരും. അത് നമ്മുടെ കയ്യിൽ ഒന്നും കൊടുക്കാൻ പറ്റാതായി പോകും. ഒരു അരങ്ങത്ത് നിന്നപ്പോൾ സ്റ്റേജിന് നടുക്ക ലൈറ്റ് വെച്ചാണ്, നമ്മൾ നിൽക്കുന്ന ഫ്രണ്ടിലാണ്, നമ്മളെ കാണില്ല, കാണില്ല. നമ്മുടെ എക്സ്പ്രഷൻസ് കാണണം. അപ്പോൾ ആ കലാകാരൻ കൊടുക്കുന്നത് സ്വീകരിക്കാൻ വേണ്ട അരങ്ങൊരുക്കം നടത്തേണ്ടത്. അരങ്ങ് അഭിനയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പം അങ്ങനെയുള്ള അരങ്ങുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. സ്കൂളുകളും കോളേജുകളൊക്കെ അങ്ങനെയുള്ള അരങ്ങുകളാണ്. നല്ല ഭക്തന്മാർ നിർണ്ണയിക്കുന്ന വേദികൾ ഒരുപാട് അനുഗ്രഹമാണ്. എത്രയോ വർഷങ്ങളായിട്ട് വക്കത്തഷ്ടമിയുടെ അന്ന് അഷ്ടമിക്ക് പരിപാടി അവതരിപ്പിക്കാറുണ്ട്. ഇന്നുണ്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഗുരുവായൂർ അമ്പലത്തിൽ പ്രദക്ഷിണ വഴിയിൽ മൈക്കോ ലൈറ്റോ ഒന്നുമില്ല. അതിനിടയിൽ കൂടെ ഇങ്ങനെ കൃഷ്ണ ഗുരുവായൂരപ്പ അത്താഴപൂജ നട തുറന്ന വിവരം ഭക്തജനങ്ങളെ അറിയിച്ചു കൊള്ളുന്നു, കൃഷ്ണ ഗുരുവായൂരപ്പ. അത് വഴി വഴി വാർപ്പ് കൊണ്ടുപോകണ ബഹളം, അതിനിടയിൽ കൂടെ മേളത്തിൻ്റെ ബഹളം, അതിന് നാരായണ നാരായണ പറ. ഇതിനിടയിൽ കൂടെ നമ്മൾ പാടാൻ പറയുമ്പോൾ ചെവി ഇങ്ങനെ പിടിച്ചുകൊണ്ട് കണ്ണ് നിറഞ്ഞ് ഒഴിക്കൊണ്ട് ചില പ്രേക്ഷകർ നിൽക്കും. അവിടെ നമ്മൾ കണ്ണാന്ന് വിളിക്കുമ്പോൾ ശ്രീലകത്തിക്കുന്ന കണ്ണ് നമ്മുടെ മുമ്പിൽ നിന്ന് ഭാഗത്തിലാണ്. ഇതൊക്കെ വലിയ അരങ്ങുകളാണ്. അവ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നല്ലൊരു പ്രേക്ഷകനാണ്. പനങ്ങാട് എനിക്കൊരു മുത്തശ്ശീനായിരുന്നു. വയ്യാണ്ട് കിടക്കുമ്പോൾ ഞാൻ ചെന്നു, അങ്ങനെ കഥയൊക്കെ പറഞ്ഞു, എടാ നീ കൂത്ത് പറയേ, കിരാതം ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കൈ പിടിച്ചിരുന്ന് ഞാൻ കഥ പറഞ്ഞു. ഇന്ന ശ്ലോകം പറയണം എന്നൊക്കെ മുത്തശ്ശി കഥയൊക്കെ അറിയാം. ആ ശ്ലോകം പറയണം. അർജുനൻ മഹാദേവൻ്റെ അടി കൊണ്ട് ചോര ശ്രദ്ധിച്ച് വീണ് കിടന്നിട്ട് കൈകളെ കൊണ്ട് മൺകൂമ്പാരം ഉണ്ടാക്കിയിട്ട് ഇത് സാക്ഷാൽ മഹാദേവനാണെന്ന് പ്രാർത്ഥിച്ച് പത്രം പുഷ്പമഹോലിംഗേ എത്തിയൽ സർവം സമർപ്പിതം, കയ്യെ കെട്ടിയ കായയും ഇലയും മുള്ളും പുല്ലും കല്ലും കൊടുത്ത് ഇതെൻ്റെ മഹാദേവനാണ്, ഇതെൻ്റെ ശങ്കരനാണ്, ഇത് സാക്ഷാൽ പരമേശ്വരനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലേ മഹാദേവ ഇതാ അവിടത്തേക്ക് സമർപ്പിക്കാനായിട്ട് കൂവളത്തിൻ്റെ മാലയില്ല, ഈ കല്ലും മുള്ളുമൊക്കെ അവിടെ നിന്ന് സ്വീകരിക്കണേ, പുഷ്പമായിട്ട് സ്വീകരിക്കണേ എന്ന് പറഞ്ഞ്
യദ്യൽ സർവം സമർപ്പിതം. അതെല്ലാം ആ മൺകൂമാരത്തിലേക്ക് വാരി 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 ഇട്ടു. എപ്പോഴോ കണ്ണങ്ങ് തുറക്കാറായപ്പോൾ താൻ വാരി എറിഞ്ഞ കല്ലും മുള്ളും പുല്ലും കല്ലൊക്കെ താൻ തടുത്തു കൂട്ടിയതായിട്ടുള്ള ആ മൺകൂമാരത്തിൽ വീണോ എന്നറിയാൻ അത് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവിടെ മൺകൂമാരം കാണാനില്ല. തത്തൽ സർവം തഥാ പശ്യൻ കിരാതശിരസ്ഥിതം. താൻ വാരി എറിഞ്ഞ കായയും മേലെയും മുള്ളും പുല്ലും ഒക്കെ താൻ തടുത്തു കൂട്ടിയ മൺകൂമാരത്തിലല്ല, അവിടെ നിൽക്കണ കാട്ടാളൻ്റെ തലയിൽ. തൻ്റെ സങ്കല്പത്തിന് ശക്തി ഉണ്ടായി. കല്ലും മുള്ളുമൊക്കെ ഇതാ മാലയായും കൂളത്തിലായും ഒക്കെ മാറി. പക്ഷേ സ്വീകരിക്കാൻ തൻ്റെ ഭഗവാനില്ല. ഭക്തന്റെ പൂജയല്ലേ ഭഗവാൻ സ്വീകരിക്കുള്ളൂ. ഈ അഹങ്കാരിയുടെ പൂജ ഭഗവാൻ സ്വീകരിക്കില്ലല്ലോ. ആ കാട്ടാളൻ്റെ കാല് മുറുക്കാൻ പിടിച്ചു. കാട്ടാളാ, എൻ്റെ ഭഗവാന് എന്നെ അനുഗ്രഹിക്കണമെന്നില്ലെങ്കിൽ എന്തിനാ കാട്ടാളാ നീ എന്നോട് കരുണ കാട്ടണത്? ആ വില്ല് കൊണ്ട് കുത്തി എന്നെ അങ്ങനെ കൊല്ലാതെ നമ്മൾ പറഞ്ഞോടുകൂടി അർജുനാന്നൊരു വിളിയാണ് ആ കാട്ടാളൻ്റെ മുഖത്തുനിന്ന്. അങ്ങോട്ട് നോക്കിയപ്പോ ആശ്ചര്യം, മഹദാശ്ചര്യം, അഹോ സർവം അമഗ്രത ദൃശ്യതേ ശാംഭവം തേജ സർവലോകൈകാരണം. അങ്ങോട്ട് നോക്കിയപ്പോൾ അത്യത്ഭുതം, അത്യാശ്ചര്യം, സർവലോകൈകാരണം ശാംഭവം തേജ ദൃശ്യതേ. സർവലോകത്തിനും കാരണഭൂതമായ ആ മഹാദേവ സ്വരൂപം അങ്ങോട്ട് നോക്കുമ്പോൾ തിരമാലകൾ തത്തിക്കളിക്കണ ഗംഗാദേവി ശിരസിൽ ചന്ദ്രൻ, സൂര്യൻ, അഗ്നി തുടങ്ങിയ 3 നേത്രങ്ങൾ കാളകൂടം പാനം ചെയ്തത് കൊണ്ട് നീലകണ്ഠനായി മാറിയതായ ഭഗവാന്റെ കളസ്ഥലം, വിസ്തൃതമായ മാറിടം, അസ്ഥിമാല, ആനത്തോല്, ആ ഭഗവാനെ ഇങ്ങനെ കണ്ട് ആ ഭഗവാനെ അങ്ങനെ സ്തുതിച്ചു. അങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി കൈ മുറുക്കാൻ പിടിച്ചിട്ട് ഇങ്ങനെ ശങ്കരാ 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 എന്ന് വിളിച്ച് കരയുക. എത്ര പ്രേക്ഷകരുണ്ട്? ഒറ്റയാണ് മതി, ഞാൻ കൃതാർത്ഥനാണ്. നമ്മൾ കൊടുക്കുന്നത് ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരാളുണ്ടായാലും, നമ്മൾ കൊടുക്കുന്നത് സ്വീകരിക്കാൻ പറ്റാത്ത 10,000 ഉണ്ടായാലും അതിനേക്കാൾ നല്ലത് ഒരാളാണ്. അറിയാലോ, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാകുമ്പോൾ. അപ്പം അങ്ങനത്തെ കുറേ ധന്യമായ വേദികളുണ്ടായി. ഇതൊക്കെ ഞാൻ എൻ്റെ വലിയ വലിയ വേദികളായിട്ടാണ് കണക്കാക്കുന്ന ആളാണ്. വളർന്നു വരുന്ന യുവതലമുറകൾ പറ്റിയൊരു നല്ലൊരു സന്ദേശം എന്തെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ. ചാക്യാർ കൂത്ത് പഠിക്കുന്നവർക്കുള്ള മെസ്സേജ്: ധാരാളം വായിക്കുക. വായിച്ച് കഥാപാത്രങ്ങളെ ഹൃദയത്തിൽ കൊണ്ടുവരും. രാവണനെ അവതരിപ്പിക്കുന്ന ഒരാളെ കഥയിൽ രാവണൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രംഗമുണ്ടെങ്കിൽ അയാൾ ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മി, അതുപോലെ സാകേതൊക്കെ വായിക്കണം, എല്ലാം വായിക്കണം. രാവണനെക്കുറിച്ച് ധാരാളം വായിക്കണം. കേൾക്കാവുന്നതൊക്കെ കാണണം, കഥകളി കാണണം, നാടകം കാണണം, കൂടിയാട്ടം കാണണം, കാരിക്കേച്ചർ കാണണം, എല്ലാം കാണണം. കാരണം ഇതിനൊക്കെ ഒരുപാട് 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 അയാൾക്ക് ഉൾക്കൊള്ളാനുണ്ട്. അയാൾ സർവ്വതാ കഥ പറഞ്ഞുകൊണ്ടിരിക്കണം. കൂടിയാട്ടത്തിൽ അവനവനെ തന്നെ വിമർശിക്കുന്ന കലയാണ് കൂത്തും കൂടിയാട്ടം. അപ്പം അതിൽ നഗോവാ നടോവാ എന്ന് നടനെ കുറിച്ച് പറയും കൂടിയാട്ടത്തിൽ. ഈ വരുന്നത് ഒരു പർവ്വതമാണോ അതോ നടനാണോ? കാരണം അയാളിൽ ഒരു ചാക്കുണ്ടാകും, അത്രേ വഴി കിടക്കണമൊക്കെ അയാൾ വാരിയെടുക്കും. അതായത് ചാക്യാർ കൂത്തിന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെയാവണം നടൻ. അയാൾക്ക് കിട്ടുന്നതെല്ലാം കൂത്തിൻ്റെ രംഗത്തേക്ക് ഉപയോഗിക്കാറാണ്. ഇപ്പം എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, ഞാനൊരു കോളേജിലെ അധ്യാപകനല്ല. എൻ്റെ ഡോക്ടറേറ്റ് എന്താണെന്ന് വെച്ചാൽ ചാക്യാർ കൂത്തിൻ്റെ നോട്ടീസിലടിക്കാനാണ്. ഡോക്ടർ ഇടനാടിനാണ്. എനിക്കൊരു കാറുണ്ട്. എന്തിനാ കാറ്? കൂത്തിന് പോകാനുള്ളതാണ്. നല്ലൊരു മുണ്ട് കിട്ടിയാൽ ഇത് കൂത്തിന് പോകുമ്പോൾ എടുക്കാമല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ എന്ത് കിട്ടിയാലും അതിനൊക്കെ കൂത്തിലേക്ക് ഉപയോഗിക്കാൻ അയാൾ തയ്യാറാണ്. അയാൾ ക്യാൻവാസ് കൂത്താണ്. അയാൾ നടക്കുമ്പോൾ ഒക്കെ കൂത്തിനെ കുറിച്ച് ചിന്തിക്കണം. അയാൾ വണ്ടിയിലിരിക്കുമ്പോൾ കൂത്തിനെ കുറിച്ച് ചിന്തിക്കണം. ഇതിലൊക്കെ എങ്ങനെയൊക്കെ എന്തെല്ലാം കൊണ്ടുവരാൻ പറ്റും ചിന്തിക്കണം. അങ്ങനെ നിരന്തരം അതിനെക്കുറിച്ച് ശ്രമിക്കണം. നന്നായി കൂത്ത് പറയുമ്പോൾ ആളുകളൊക്കെ അഭിനന്ദനങ്ങൾ പറയും, മൈൻഡ് ചെയ്യണ്ട, അതങ്ങനെ കിടക്കട്ടെ എന്ന് നിൽക്കും. ആൾക്കാർ വിമർശനങ്ങൾ പറയും, അത് നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കുക. നല്ലതാണോ, തെറ്റാണോ, ചീത്തയാണോ? പറയുന്നത് വലിയ കാമ്പില്ലാത്തതെന്ന് മനസ്സിലായാൽ ഇഗ്രാണ് വിട്ട് കളഞ്ഞേക്കണം. അല്ലാതെ കാമ്പുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ വിലയിരുത്തണം, പഠിക്കണം, അതിനെ ഉൾക്കൊള്ളണം, അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അനുഗ്രഹ പ്രഭാഷണങ്ങളെക്കാൾ നല്ലത് വിമർശനങ്ങളാണ്. നമ്മളെ നന്നാക്കാൻ നല്ലത് അതാണ്. നിരന്തരം നമ്മുടെ ശബ്ദം ഭംഗിയാക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ശബ്ദമൊന്നും ഗംഭീരമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പ്രേക്ഷകർ പറയാറുണ്ട് നല്ല ശബ്ദമാണ്, മനോഹരമാണ്, ശബ്ദത്തിൻ്റെ മോഡുലേഷൻ ഗംഭീരമാണെന്നൊക്കെ. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് പോരാന്ന അഭിപ്രായമാണ്. സൗണ്ട് പോരാ നന്നാകണം. അത് നമ്മൾ സൗണ്ടിൽ നന്നാക്കണം. പല സാധനങ്ങൾ വേണ്ടാക്കേണ്ടി വരും. ഐസ്ക്രീം അങ്ങനെ സാധനങ്ങളൊക്കെ വേണം. ശരീരം ശ്രദ്ധിക്കണം. ശരീരമാണ് നമ്മുടെ ക്യാൻവാസ്. ഭീമൻ എന്നൊക്കെ പറയുമ്പോൾ
അത്ര ഓവിലിട്ട് വലിച്ച പോലത്തെ ഒരാൾ ഭീമൻ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നണ്ടേ. അപ്പോൾ വലിയ തടിയനൊന്നും ആയില്ലെങ്കിലും ശരീരം ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ ശരീരം, ശബ്ദം, മനസ്സ് ശാന്താക്കാൻ ശ്രദ്ധിക്കണം. ശാന്തമായ മനസ്സുണ്ടെങ്കിലേ പറ്റുള്ളൂ. മനസ്സാണ് കലാകാരൻ്റെ എല്ലാം. അരങ്ങത്തേക്ക് കയറുമ്പോൾ ഒരു കമ്മിറ്റിക്കാരൻ്റെ ഒരു അടിയിനൊക്കെയിട്ടാണ് കയറണമെങ്കിൽ ആ കൂത്ത് അവിടെ തകർന്ന് തരിപ്പടാവും. അപ്പോൾ പിന്നെ അസാമാന്യമായ ഭാഗ്യം, അസാമാന്യമായ ധൈര്യം, ഇതൊക്കെ അരങ്ങത്തേക്ക് കയറുമ്പോൾ വേണം. നമുക്ക് എതിരായിട്ടുള്ളൊരു ഒരു കഥ പറയുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരേക്കും അയാളെ നമ്മൾ വിമർശിച്ചു, വിമർശിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. ധൈര്യം ചിലപ്പോൾ അയാൾ കയറി നമ്മൾ ചിലപ്പോൾ തട്ടിക്കളഞ്ഞു എന്ന് വരാം, ആയിക്കോട്ടെ. അപ്പോൾ അസാമാന്യമായ ധൈര്യം, അസാമാന്യമായ ഭാഗ്യം, ഭഗവാനോടുള്ള ഭക്തി. ഭക്തി വിനാ സംഗീതമോ എന്ന് കേട്ടിട്ടുണ്ടോ? ഭക്തി ഇല്ലാത്തതൊന്നും ഉണ്ടാവില്ല. ഭഗവാന്റെ സമർപ്പിക്കുക പരിപൂർണമായിട്ട്, വായിക്കുക, പഠിക്കുക, എഴുതുക, നമ്മുടെ ഫീൽഡ് ഇതാണെന്ന് മനസ്സിലാക്കുക, അതിലേക്ക് പരമാവധി ചെയ്യുക. ഇത്രയും നേരം താങ്കളുടെ വിലയേറിയ സമയം എൻ്റെ ഈ ചെറിയൊരു ചാനലിന് വേണ്ടിയിട്ട് ചിലവാക്കിയതിന് ഒരുപാട് 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 നന്ദി, സ്നേഹം. ഞാൻ ഒരുപാട് പരിപാടികളെ ചാനലിൽ കണ്ടിട്ടുണ്ട്, ഒരുപാട് കലാകാരന്മാരുടെ ഇൻ്റർവ്യൂസ്, ഇപ്പോൾ ബിജുവിൻ്റെ ഒക്കെ ആണെങ്കിൽ തന്നെ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇത് ഒരുപാട് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയുള്ളൂ. ഇന്ന് ഈ സോഷ്യൽ മീഡിയ വളരെ ഏത് കലാകാരനും അത്യാവശ്യമായിട്ടുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക് ഇത് കാണാനും കേൾക്കാനും ഒക്കെ അവസരമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റാറ്റസ് അതിൽ കണ്ണനെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടാണ് ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ കൂടി വരുന്നത്. അപ്പോൾ അതാണ് ലോകം അത് കാണുന്നതിൻ്റെ വീക്ഷണം ചെയ്യേണ്ടത്. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും കണ്ണനോട് ഭക്തി ഉണ്ടായാൽ, കേരളത്തിൻ്റെ സ്വന്തം കലയായ കൂത്തിനോട് ഇഷ്ടം ഉണ്ടായാൽ, പാഠകം പഠിക്കണം തോന്നിയാൽ, ഏതെങ്കിലും അരങ്ങത്തേക്ക് പോകണം തോന്നിയാൽ അതാണ് ധന്യം. ഈ ചാനൽ ഇനിയും വളരട്ടെ, ഒരുപാട് കലാകാരന്മാരെ പരിചയപ്പെടുത്താനാവട്ടെ. അവരൊക്കെ അരങ്ങ് നിറഞ്ഞ് അവരുടെ കല അവതരിപ്പിക്കട്ടെ, ആസ്വാദകരെ അത് ആസ്വദിക്കട്ടെ. കൃഷ്ണ.